വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലെ മൊബൈൽ നെറ്റ്വർക്ക് തകരാറിൽ ആയ ഒരു ദിവസം. മാതാവേ, ഇന്നത്തെ കച്ചവടം കൂടി പൊടിക്കണേ. ദൈവമേ, ഈ നാട്ടിലെ ഒരുത്തന്റെ ഫോണിന് വർക്ക് ചെയ്യില്ലേ. വിളിക്കാനുള്ള എല്ലാ അവന്മാരെയും ഇവിടെ തന്നെ എത്തിക്കണേ. ലോൺ എടുത്തു തുടങ്ങിയ ബൂത്താണ്. കർത്താവേ രക്ഷിക്കണേ, മാതാവേ രക്ഷിക്കണേ. ഹലോ, എന്തോന്നാ? $5000 ടാക്സ് അടക്കാനാണ് വെച്ചിട്ട് പോയ അവിടെ പോയ. 3000 രൂപ പോലും വരുമാനമില്ലാത്ത ഞാൻ $5000 ടാക്സ് അടക്കാൻ കാലത്തെ വന്നിരിക്കുന്നവരെ തട്ടിപ്പോയിട്ട് ചൈന കള്ളന്മാര്. വേറെ ഒരു പണിയില്ല, ബാക്കിയുള്ളവരെ മൂടി കളയാൻ വേണ്ടി. ഇന്ന് എല്ലാം ഡൗൺ. രാവിലെ തൊട്ട് ഫോൺ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഒന്ന് വിളിച്ചോട്ടെ. അതിനെന്താ? ഫോൺ വിളിച്ചോ മോളെ, രാവിലെ കയറി വിളിച്ചോ. അതിനൊക്കെ ഞാനിവിടെ ഇരിക്കുന്നേ. എക്സ്ക്യൂസ് മീ, ചേച്ചി മലയാളിയാണോ? ഈ വേഷം കണ്ടിട്ട് നിനക്കെന്താ മലയാളിയാണെന്ന് തോന്നുന്നില്ലേ? ബംഗാളിയാണെന്നാണ് തോന്നുന്നത്. അതല്ല ചേച്ചി, ഞാനിവിടെ പുതിയതാ. അപ്പുറത്തെ കടയിൽ പെയിന്റ് പണിക്ക് വന്നതാ, അതാ ചോദിച്ചേ. ഓ, ഓക്കെ ഓക്കെ. എന്താ നിനക്ക് വേണ്ടേ? ആളുണ്ടോ? അയ്യോ മോനെ, ആളുണ്ടല്ലോ. അത്യാവശ്യമായിരുന്നു, ഞാൻ പിന്നെ വരാം. ഹലോ പപ്പ ഡിയർ, പിങ്കിയാ. ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇവിടെ ഭയങ്കര സ്നോയാ. ഒക്കെ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിക്കണം. അവിടെ ന്യൂസിലാൻഡിൽ എങ്ങനെയാ? സ്നോയൊക്കെ ഉണ്ടോ? ഓ, ഇന്നൊരു തോണ്ടണം ഫോൺ മേടിക്കാനിരിക്കാൻ. ഇന്നേതായാലും അത് നടക്കും. വലിയ പാർട്ടിയാ വിളിക്കുന്നത്. ഓക്കെ പപ്പ. മമ്മി എന്തിയെ? എന്ത്? മമ്മി ബ്യൂട്ടി പാർലറിൽ പോയിരുന്നോ? എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ബൈ. ഐ ലവ് യു പപ്പ. മോൾ ഇവിടെ ഇരിക്കേ. വീട് എവിടെയാ? ബ്രാംപ്ടണിലാ. ബ്രാംപ്ടണിലാണോ? ഓ, അത് ശരി. ഇവിടെ തൊട്ടടുത്ത് നല്ല ചൂട് പരിപ്പോടെ കിട്ടും. 2 പിള്ളേരെ കൊണ്ട് ഞാൻ എടുപ്പിക്കട്ടെ. പരിപ്പ് വടയോ? അയ്യേ, ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല. ഫ്രൂട്ട് സ്നാക്സ് കിട്ടുമോ? ഫ്രൂട്ട് സ്നാക്സാ? അതെന്തോ? മനസ്സിലായില്ല? അറിയില്ല. കൺട്രി ഫെലോസ്. ഫ്രൂട്ട് സ്നാക്സ് പോലെ എന്താണെന്ന് അറിയില്ല. ചേട്ടത്തിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസിലാൻഡിന്റെ ആപ്പിൾ. ന്യൂസിലാൻഡിന്റെ ആപ്പിളോ? ഓ, ഞാൻ ഈ ഉച്ചയിൽ പൂക്കളുള്ള പഴമൊന്നും കഴിക്കുകയില്ല. അതെ ചേട്ടത്തിയെ, എന്റെ സ്കാർബ്രോയിലെ സൂസമ്മയുടെ നമ്പർ ഉണ്ടോ കയ്യില്? സ്കാർബ്രോയിലെ സൂസമ്മയുടെ നമ്പരോ? ആ, എന്റെ സ്കാർബ്രോയിലെ സൂസമ്മയുടെ നമ്പറേ. അതെങ്ങനെ എന്റെ കയ്യിൽ കാണും? നോ പ്രോബ്ലം. എന്റെ ആന്റണി അങ്കിളിന്റെ നമ്പർ കിട്ടിയാലും മതി. അതുണ്ടോ കയ്യില്? ഈ സൂസമ്മ അമ്മാമ്മയുടെ നമ്പരും ആന്റണിയുടെ നമ്പരും എന്റെ കയ്യിൽ എങ്ങനെ കാണും? അത് മോഡലിൽ തന്നെയല്ലേ കാണുള്ളൂ. വലിയപ്പച്ചി പറഞ്ഞല്ലോ കുറച്ച് സ്നോ കാണണമെന്ന്. അതൊന്ന് പാഴ്സൽ അയക്കാനാ ഫോൺ നമ്പർ ചോദിച്ചത്. ആന്റണി ആവുമ്പോളേ നല്ല സൂപ്പർ പാക്കിങ്. സ്നോ അല്ലേ പാക്ക് ചെയ്ത് അയക്കാൻ പോകുന്നത്? മുഴുത്ത വട്ടാണ് തോന്നുന്നത്. What did you say? You told us what to do, sir? You? നോ, ഇന്ന മോളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അയ്യോ അയ്യോ, അത് മോളുടെ കാര്യമേ അല്ല പറഞ്ഞു. മോളെ ആരുടെ നമ്പർ വേണമെന്നല്ലോ ചോദിച്ചത്? സൂസമ്മ കുഞ്ഞമ്മ അല്ലേ? ആ പോകുന്നല്ലേ മോളെ സൂസമ്മ കുഞ്ഞമ്മ. എന്റെ കുഞ്ഞമ്മ. ബൈ. എടുത്ത് പോട്ടെ. ഹലോ ചേച്ചി, സുഖമല്ലേ? ആ, സുഖമാണ് മോനെ. സ്വർണ്ണക്കട മുഴുവൻ ഉണ്ടല്ലോ മേത്ത്. ആ ചേട്ടത്തി, വാച്ച് സ്വർണം, മാല സ്വർണം, പല്ല് സ്വർണം. ഇനി ഒരു വണ്ടി മേടിച്ചിട്ട് ആ മതിൽ കൊണ്ടിടിച്ച് ഈ കാലിന്റെ ഈ ഭാഗം ഒന്ന് ഒടിച്ചിട്ട് വേണം ഒരു സ്വർണ്ണ കമ്പി കൂടി ഇടാൻ. മോനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ആനയുടെ ഇവിടെ തൊട്ടടുത്ത ചേച്ചി. ഓ, അത് പറ. ചുമ്മാ അതല്ല, മോനെ കണ്ടിട്ട് നല്ല മുഖപരിചയം. ചേച്ചി, ഞാനൊരു ഫോൺ ചെയ്തോട്ടെ? അതിനെന്താ മോനെ, ചെയ്തോ. അതിനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടില്ല, വിളിക്കോ. ഉറപ്പാണേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ധൈര്യമായിട്ട് വിളിക്കും.
ചേച്ചി ഫ്രീ ആയോ? അയ്യോ ഇല്ലല്ലോ മോനെ. ഇപ്പോഴും തിരക്കാം? അയ്യോ അത്യാവശ്യമായിരുന്നു, ഞാൻ പിന്നെ വരാം. ഹലോ അമ്മ, ഇത് ഞാനാ. ആ അവിടെ ഞാനൊരു 3 മണിയാകുമ്പോൾ എത്തും കേട്ടോ. ഓണുണ്ട്, അതെന്റെ കയ്യിലുണ്ട്. അപ്പൊ ശരി, അവിടെ വെച്ച് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. $5 പ്ലീസ് മോനെ. $5? എന്തിന്? ഫോൺ വിളിച്ചെന്റെ ചാർജാ ഞാൻ ചോദിച്ചത്. ചേച്ചിയോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ ഞാൻ ഫോൺ വിളിച്ചത്. അപ്പൊ ക്യാഷ് ചോദിക്കുന്നത് ശരിയാണ്? ഇതൊരു കച്ചവടമാ, ലോൺ എടുത്ത് തുടങ്ങിയതായിരുന്നു. ഇതൊന്നും ശരിയല്ല ചേച്ചി, ഇതൊന്നും ശരിയല്ല. എന്ത് ലോൺ എടുത്തതാ? രാവിലെ കൈനീട്ടം പോലും കിട്ടിയിട്ടില്ല. എടാ ഫോൺ വിളിച്ച കാശ് തരണമെന്നേ. കാശ് ഉണ്ടെങ്കിൽ ചേച്ചിയോട് ഞാൻ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കയറി വിളിച്ചാ പോരെ? ചുമ്മാ തമാശ കളകേട്ടാ, കാശ് വെച്ചിട്ട് പോയേ. ചേച്ചിയെ കണ്ടിട്ട് നല്ല തറവാട്ടിൽ പറഞ്ഞ ഒരാളെ പോലെ ഉണ്ടല്ലോ, എന്നിട്ട് എന്നോട് ക്യാഷ് ചോദിക്കുന്നു. ഒരു മനുഷ്യന് പോലും ഇങ്ങനെ പെരുമാറരുത്. എനിക്ക് തരാനുള്ള കാശാ ഞാൻ ചോദിച്ചത്, പിന്നെ എന്തിനാ ഞാൻ തുറന്നു വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ പറയരുത് ചേച്ചി, മോശം. ചേച്ചി ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വഴിക്ക് വരത്തില്ലായിരുന്നു. ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഇനി ഈ വഴിക്ക് വരേണ്ടി വന്നാൽ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എന്തുവാടാ ഇത്? വല്ലോനെയും കയറി വന്ന് ഫോൺ വിളിച്ചിട്ട് കാശ് വയ്ക്കുമ്പോ പിണങ്ങുന്ന. ഒരു കോൾ വിളിച്ച കാശ് തരാൻ കഴിയില്ല. മേത്ത് മുഴുവൻ നിറച്ച് സ്വർണ്ണം ഇട്ട് നടപ്പുണ്ട്. സുശീല $138. ഇതുവരെ ഇവരെ വെട്ടി കയറാൻ പൈസ ഇതിൽ തന്നില്ല. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നല്ലോ. പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെന്താ എന്നെ കണ്ട പൈസ തോന്നുന്നു. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളു. ഇവിടെ ഓരോരുത്തന്മാരും വന്ന് വിളിച്ചിട്ട് പൈസ തരാതെ പോവുകയായിരുന്നു. ഇപ്പൊ ഒരുത്തനായിട്ട് ഒരു അംഗം കഴിഞ്ഞ് ഇരിക്കണതേ ഉള്ളൂ. ഇത് വേണ്ട, ലൈൻ കംപ്ലൈന്റ് ആണോ? ഇല്ലല്ലോ, ചെറിയൊരു കംപ്ലൈന്റ് ഇടയ്ക്ക്. ഈ ലൈൻ വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ വന്ന് വിളിച്ചോ. നല്ല സാധനം മാറ്റി വെക്കുന്നു, ചൈന സാധനം. അതിനൊരു കുഴപ്പമില്ല, വിളിച്ചാലൊക്കെ കിട്ടും. ചൈന സാധനം. ചൈന സാധനം നിങ്ങളത് തീരുമാനിച്ചാൽ മതി, ചൈന സാധനമാണെന്ന്. ഹലോ, ആന്റിയുടെ വീടല്ലേ? ആപ്പിൾ ഫാക്ടറിയോ? ആപ്പിൾ ഫാക്ടറിയോ? നമ്പര് മാറിപ്പോയില്ലേ? നമ്പർ മാറ്റി. കുഴപ്പമില്ല, ബില്ലില് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇടേ മനോജാടേ, മഞ്ഞുണ്ടേ കൊടുത്ത്, മഞ്ഞുണ്ടേ കൊടു. ആ എടി, നീ ഇന്ന് വരാനില്ലേ? ഇത് വല്ലവന്റെ കയ്യിൽ ബൈക്കൊക്കെ എടുത്തത് നമ്മൾ അവിടെ വരെ വരുന്നത്. അപ്പൊ നീ വരാതിരുന്നാലോ? ശരി, ഞാനൊരു റൂട്ട് പറഞ്ഞുതരാം, അതങ്ങനെ എഴുതി വെക്കോ. ചേച്ചി പേനായിട്ട് റൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. നീ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ടോപ്പേഴ്സ് കഴിയും. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻസിലേക്ക് പോവാം. ആ അവിടെ നിന്ന് ഫുഡ് കോർട്ടിലേക്ക്. അങ്ങോട്ടല്ല, വാൾമാർട്ട്. അങ്ങോട്ടല്ല. അയ്യേ, ഇത് എന്തൊരു പിള്ളേര് കോളേജിൽ പഠിക്കാൻ പോയിട്ട് വഴിയൊന്നും അറിയില്ല. ആ കുഴപ്പമില്ല, നീ നമ്പർ പറ, നീ വന്നാൽ മതി. നമ്പർ പറ. ഇത് എവിടെ എഴുതാനാ? സ്ഥലമൊന്നുമില്ല. ചെറുതിയ കയ്യിൽ നിന്ന് കാണിച്ചേ. ആ നീ പറ. 416-457-7267. ഇതെന്താ കണക്ക് പുസ്തകമാണ്? കേട്ടി എത്രയായി? $6250. $6250? എന്താ $6250? 3 കോൾ വിളിച്ചത്. ആ എനിക്ക് കിട്ടാനുള്ള ആൾക്കാരുടെ പേരും കാശുമാണ് ഞാൻ ഇവിടെ എത്തി വെച്ചിരുന്നത്. അതാണ് നീ കുത്തിക്കേറി കളഞ്ഞത്. അതിന് ഞാൻ എവിടെ മേടിക്കും? അതിന് ഞാൻ തരണേ. പിന്നെ വന്നേ വെക്കും, പിന്നെ ഞാൻ എവിടെ മേടിക്കുന്നത്? ഇതിനെക്കാട്ടിലും വേണം ഞാൻ കാർ വിളിച്ച് പോയി പറയുന്നത്. എന്നാ പിന്നെ ഒരു കാർ വിളിച്ചു പോയി പറയാറില്ലേ? എന്തിനാ ഇങ്ങോട്ട് വെച്ചെടുത്തത്? ഇത് എന്തൊരു മര്യാദയാണ്. ചുമ്മാ കളിക്കാതെ കാശെടുക്ക്. അല്ലെങ്കിൽ എന്റെ വയ്യാത്ത കാല് വെച്ച് ഒരു ഒറ്റ വീശാണ് വെച്ചിരുന്നു കേട്ടോ. കേട്ടി, സത്യം പറഞ്ഞത് നിങ്ങളുടെ കണക്ക് പുസ്തകമാണെന്ന് എനിക്കറിയാൻ പറ്റും.
നിങ്ങൾ അങ്ങനെ കൊമ്പത്തുനിന്ന് താഴേക്ക് വാ. അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് എത്ര രൂപ വരും? $6250. $6250. ആ പൈസ ഞാൻ തന്നേക്കാം. എങ്ങനെ? ഇപ്പൊ എന്റെ കയ്യിലില്ല, കഷ്ണം കണ്ടു കണ്ടു. ഇന്ന് ഞാനൊരു $200 തരും. ബാക്കി എത്ര വരും? $6050. വരുന്ന തിങ്കളാഴ്ച ഒരു $3000 തരും. ബാക്കി എത്ര വരും? പിന്നെ 3050. അതിന്റെ അടുത്ത തിങ്കളാഴ്ച ഒരു $3000 കൂടെ തരും. ബാക്കി എത്ര വരും? ബാക്കി ഒരു $50 കൂടെ വരും. $50. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് റീന. സ്ഥലം എവിടെയാ? ഇവിടെ അടുത്ത് ഗ്രാമം. ബ്രാൻഡന്റെ റീന ചേച്ചി. ബ്രാൻഡന്റെ റീന ചേച്ചി വെറും $50. ചേച്ചി മനുഷ്യത്വം കാണിക്കണം. മനുഷ്യനാണ് കാണാൻ പഠിക്കണം. വെറും $50 ചേച്ചിയുടെ ആളെ വീട് തന്നാലേ ഞാൻ വേണം. ഇവര് പോയാൽ ഞാൻ ഉണ്ടാവും. അതുകൊണ്ട് വെറും $50. വെറും $50 ഒരു നല്ല ചെറുപ്പക്കാരൻ. ആ പുള്ളിക്ക് അത് ഫീൽ ചെയ്ത് കഷ്ടം. എന്തു പറ്റി മോളെ? എന്തു പറ്റി? അയ്യോ, എപ്പോഴ്? അയ്യോ, അവിടെ ആരുമില്ല മോളെ വേറെ? അതിനെന്താ മോളെ? വിളിച്ചോ. പൈസ ഇല്ലേ? അത് സാരമില്ല മോളെ, വിളിച്ചോ. മോള് വിളിക്ക്. ചേട്ടാ, നമ്മുടെ അച്ഛൻ മരിച്ചടാ. നീ എപ്പോ വരുവടാ? കരയാതെ മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുറേശ്ശെ കര. 7:30 വരുമോ? നീ വരുമ്പോഴേ ഒരു ഐഫോണും കുറച്ച് മുന്തിയ വൈനും കൊണ്ടുപോടാ, നമുക്ക് ആഘോഷിക്കാനേ. മരണം പറയാണോ നീ? മുന്നോട്ട് നോക്ക്. ചുമ്മാ ഇവിടെ വർത്താനം പറയണമെന്നുണ്ട്. ഈ ബൂത്തിലെ ചേച്ചി ശല്യപ്പെടുത്തുന്നുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട്, അനിമാരും അങ്ങളുമാരും. എൻ്റെ അമ്മോ, അവരുടെ മുഖം കണ്ടാൽ മതി പിന്നെ ചിരിക്കാറുടെ. എന്റെടാ, അവരുടെ കരച്ചിലും അവരുടെ കാട്ടായൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഫാഷനൊക്കെ കണ്ടിട്ടുണ്ട്. ചിരിച്ചു വന്നത് ഞാൻ അവിടെ നിന്ന് ചാടാൻ പെട്ട പാട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് സൗകര്യത്തിന് എന്നോട് പറഞ്ഞില്ല. പിന്നെ നീ എഴുന്നേറെ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ നീ വരുമ്പോഴേ ഒരു നല്ല മുന്തിരി 2-3 കുപ്പി വൈനും കൊണ്ടുപോയി. ഇച്ചിരി വീര്യം കൂടുതലായിക്കോട്ടെ. നമുക്ക് ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ആയിട്ട് ഇതിന് നന്നായിട്ട് അടിച്ചു കൊടുക്കാറാ. നീ എങ്ങ് പോവാ, കുറേ വീട്ടുണ്ട് എന്നോട് പറയാനായിട്ട്. നീ വന്നിട്ട് വേണം എനിക്ക് ചിരിക്കാൻ. നീ വേറെ ഇങ്ങ് പോവാ. ഇവിടെ നിനക്ക് കിണി. നീ വിളിച്ചത് എത്ര $? അറിയാമോ? നിനക്കായിട്ടില്ലേ? നിന്റെ ഈ സ്വഭാവമാണെങ്കിൽ നിനക്ക് ആരും കാണാനില്ല. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ കച്ചിലൊക്കെ നിന്നു. നിന്റെ ചേട്ടൻ എത്ര വരുന്നേ? ഇപ്പൊ 3:30. ഞാൻ വേഗം കാറ് വിളിച്ച് ചേട്ടനെ കൊണ്ടുവരാൻ പോട്ടെ കേട്ടോ. ബൈ. ചേച്ചി ആളുണ്ടോ? ഇല്ല, ഇപ്പൊ ആളില്ല. കേട്ടു. അത്യാവശ്യം വലിയ ഉപകാരം. ഓ, നല്ല കാര്യം. ഞാൻ കേട്ടു. ആ പാവപ്പെട്ട 3-4 പ്രാവശ്യം വന്നതാ. അങ്ങനെയെങ്കിലും 10 പൈസ കിട്ടട്ടെ. നേരത്തെ കയറാനാണ് യുവമാരൊന്നും കൊണ്ട് സമ്മതിച്ചു. മോനെ ഓ, നമ്പറൊന്നും കുത്തുന്നില്ലേ? ഇതിനൊക്കെ എന്ത് നമ്പർ കുത്താനാ ചേച്ചി?
അല്ല മോനെ, ഒച്ചനക്കമൊന്നും കേൾക്കുന്നില്ലേ? ഇവിടെ അത്യാവശ്യം ഒച്ചനക്കൊക്കെ ഇട്ട് ചേച്ചിയെ ചേച്ചി കേൾക്കാത്തതാ നല്ലത്. ചെക്കനിങ്ങനെയൊക്കെ ആണെങ്കിലും രഹസ്യമാണെന്നാ തോന്നുന്നത്. ഏതോ കാമുകിനെ വിളിക്കുകയായിരിക്കും. ഏതായാലും എല്ലാം കൂടെ കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചവിട്ടി പൊളിക്കുമോന്നാവോ? എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? കൊള്ളാം. ഇതെന്താ മോനെ തോളത്ത് കിടക്കുന്നേ? അതവിടെ സെറ്റപ്പ് കൊള്ളാം ചേച്ചി. ഞാൻ ആദ്യമായിട്ടാണ്. അകത്ത് ഫോണുണ്ട്, ഫാനുണ്ട്. സൂപ്പർ, കൊള്ളാം. ഓ അതേ മോനെ, ബാങ്കിൽ നിന്ന് ചെറുതായിട്ട് ലോണൊക്കെ എടുത്ത് ചെയ്തതാണ്. അല്ലെ കുറെ കൂടെ അടിപൊളിയാക്കായിരുന്നു. അതൊന്നും ഇപ്പൊ വേണ്ട ചേച്ചി, അതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. നമുക്ക് ഓടി പിടിപ്പിക്കാം. ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബക്കറ്റും ഒരു കപ്പും. ഇന്നാ കാശ്, ഒരു കപ്പൂസ്. പിന്നെ കപ്പിന്റെ കാര്യം മറക്കണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ തൊട്ട് നിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് ഞാൻ